തീർച്ചയായും വലിയൊരു സംഘർഷാവസ്ഥയിലേക്കാണ് നെന്മാറ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം ഇപ്പോൾ ജനങ്ങൾ തകർത്തിരിക്കുകയാണ്. വലിയ രോഷാകുലരായ ജനങ്ങൾ ഈ മേഖലയിൽ തമ്പടിക്കുകയും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം ഇപ്പോൾ തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ ജനരോഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ പോലീസ് ലാത്തി ഉപയോഗിച്ചടക്കം ഇപ്പോൾ പോലീസിനെ ആക്രമിച്ച ഒരു കാഴ്ചയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പോലീസുകാരുടെ തലയടക്കം നാട്ടുകാർ തല്ലിപ്പൊളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസുകാരന് അടക്കം പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ സ്റ്റേഷന് മുന്നിൽ നിലനിൽക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം തകർത്തിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു ജനരോഷം പോലീസ് സ്റ്റേഷന്റെ മതില് അതുപോലെ തന്നെ ഗേറ്റ് അടക്കം തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിയെ പിടികൂടുക അടക്കം ചെയ്തിട്ട് പോലും ജനങ്ങൾ ഇത്രയും രോഷാകുലരായി പെരുമാറുന്നതാണ് വലിയ രീതിയിൽ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. പോലീസാണ് ഈ പ്രതിയെ വലയിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് പോലും പോലീസിനെ ജനങ്ങൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു സംഘർഷാവസ്ഥ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. വലിയൊരു ജനരോക്ഷമാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടിയാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. അതിനാൽ തന്നെ പ്രതിയെ നിലവിൽ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പ്രതി എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നെന്മാറ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതെല്ലാം വിഫലമാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് വരെ തകർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ വരെയുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. ചെന്താമര പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറ്റിയെന്ന് മനസ്സിലാക്കുന്നു. വലിയ പ്രതിഷേധമാണ്. ജനങ്ങളുടെ വലിയൊരു ജനക്കൂട്ടത്തെ തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമങ്ങളും ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചെന്താമര എന്ന കൊടും കുറ്റവാളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ചെന്താമരയുടെ അന്ധവിശ്വാസം കാരണം മാത്രം പൊലിഞ്ഞത് 3 പേരുടെ ഒരു കുടുംബത്തിൽ തന്നെയുള്ള 3 പേരുടെ ജീവനായിരുന്നു. തുടക്കത്തിൽ സുധാകരന്റെ ഭാര്യ, പിന്നീട് സുധാകരന്റെ അമ്മ, അത്തരത്തിൽ 3 പേരുടെ മരണമായിരുന്നു ചെന്താമരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ലാത്തി വീശി എന്നാണ് മനസ്സിലാക്കുന്നത്. സച്ചിൻ, തീർച്ചയായും സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങൾ രോഷാകുലരായി ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പോലീസുകാരെ പിരിച്ചുവിടാനുള്ള നീക്കം നടത്തുന്നത്. എന്നിട്ട് പോലും പോലീസുകാർ തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. പോലീസിനെ ആക്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. രോഷാകുലരായ ജനങ്ങൾ പോലീസുകാരെ ആക്രമിക്കുന്നു. ചില പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി വരെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വലിയൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം തകർത്തു. ഇത്രയും മണിക്കൂറുകൾ കൊടും കുറ്റവാളിയായ പ്രതിയെ പിടിച്ചിട്ട് പോലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു സമീപനം ഉണ്ടായത് പോലീസുകാരൊക്കെ വളരെ ദോഷകരമായാണ് ബാധിച്ചിട്ടുള്ളത്. കാരണം പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനാൽ തന്നെ ഈ സ്റ്റേഷന് പുറത്ത് വലിയ രീതിയിലുള്ള ഒരു ജനരോഷം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതി ചെന്താമരനെ ഇപ്പോൾ സ്റ്റേഷനുള്ളിൽ ഇട്ടിരിക്കുകയാണ്. 9:30യോടുകൂടെ സമീപത്തെ കൊലപാതകം നടത്തിയ സമീപത്തെ പ്രദേശത്ത് നിന്ന് തന്നെയാണ് പ്രതിയെ പിടികൂടിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ പോലീസ് പാടത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. തുടർന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് സ്വകാര്യ വാഹനത്തിലാണ് പ്രതിയുമായി പോലീസ് എത്തിയത്.